ഇന്ന് സംഭവിച്ച ഒരു അതിദാരുണമായ വാർത്തയിലേക്കാണ്. തമിഴ്നാട് കടലൂരിൽ സ്കൂൾ ബസ് ട്രെയിനിലിടിച്ച് 3 വിദ്യാർത്ഥികളാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയും ഡ്രൈവറും ചികിത്സയിൽ തുടരുകയാണ്. ട്രെയിൻ വരുന്നത് ശ്രദ്ധിക്കാതെ ലെവൽ ക്രോസ് മറികടക്കാൻ ശ്രമിച്ചതാണ് അപകട കാരണം. രാവിലെ സുഹൃത്തുക്കൾക്കൊപ്പം ഉല്ലസിച്ച് സ്കൂളിലേക്ക് യാത്ര തിരിച്ചവർ ഇനി വീട്ടിലെത്തുക ചേതനയറ്റ ശരീരമായി. രാവിലെ 7:30യോടെയാണ് ചെന്നൈ സെമ്മൻകുപ്പത്ത് ലെവൽ ക്രോസിൽ അപകടമുണ്ടായത്. കടലൂർ കൃഷ്ണസ്വാമി മെട്രിക്കുലേഷൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന സ്കൂൾ ബസ്സിലേക്ക് വിടുപുരത്ത് നിന്ന് മയിലാടുംതുറയ്ക്ക് പോവുകയായിരുന്ന പാസഞ്ചർ ട്രെയിൻ ഇടിക്കുകയായിരുന്നു. 10ഉം 15ഉം വയസ്സുള്ള കുട്ടികളാണ് അപകടത്തിൽ മരിച്ചത്. ഇടിച്ച ശേഷം സ്കൂൾ ബസ്സിനെ 50 മീറ്ററോളം ട്രെയിൻ വലിച്ചിഴച്ചുവെന്നാണ് റിപ്പോർട്ട്. അപകടത്തിൽ ലെവൽ ക്രോസ് ഗേറ്റ് കീപ്പറെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ ബസ് ഡ്രൈവറുടെ നിർബന്ധപ്രകാരമാണ് ഗേറ്റ് തുറന്നു കൊടുത്തതെന്നാണ് ഗേറ്റ് കീപ്പർ പങ്കജ് ശർമ്മ പോലീസിന് നൽകിയ മൊഴി. കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നതോദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ റെയിൽവേയും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിന് ശേഷം കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. இங்கே நம்ம செம்மங்குப்பம் பகுதியில் மக்கள் அந்த கேட் கீப்பர் ஒரு நெக்லிஜென்ஸ்னால தான் இந்த விபத்து ஏற்பட்டிருக்குன்னு அவங்க தகவல் தெரிவிச்சிருக்காங்க. இதற்கு விசாரணை நடத்தப்படும். இது ரயில்வே சார்பாகவும் போலீஸ் சார்பாகவும் இதுக்கு ப்ராப்பராக ஒரு என்கொயரி நடத்தி அதில் ஏதாவது நெக்லிஜென்ஸ் இருந்தால் அதுக்கு தகுந்த மாதிரி ஆக்ഷൻ എടുക്കപ്പെടും. അപകടത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിൽ മരിച്ച കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തമിഴ്നാട് സർക്കാരും റെയിൽവേയും 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 1 ലക്ഷവും നിസാരമായി പരിക്കേറ്റവർക്ക് 50,000 രൂപ ധനസഹായം സ്റ്റാലിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.